ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാ പ്രിയപ്പെട്ട PSC ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് പരീക്ഷകളാണ്. ഒന്ന് VFA, രണ്ട് LDC. ഈ രണ്ട് എക്സാംസിലും നമുക്ക് ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് ജോഗ്രഫി അഥവാ ഭൂമിശാസ്ത്രം എന്ന സബ്ജക്റ്റിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ചില എക്സാമുകളിൽ ഈ പറഞ്ഞ ഭൂമിശാസ്ത്രം അഥവാ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ടഫ് ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്കറിയാം, അത്ര പേടിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഈ കഴിഞ്ഞ എക്സാംസിൽ അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇനി വരാനിരിക്കുന്ന എക്സാംസിൽ, അതായത് LDC, VFA പരീക്ഷകൾക്ക് ജോഗ്രഫി എങ്ങനെ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമുക്കറിയാം, നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ, അതായത് NCERT ലെവൽ ടെക്സ്റ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കണ്ടന്റുകൾ അവതരിപ്പിക്കുന്നത് കുറച്ചുകൂടി ടഫ് ആയിട്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ്. അപ്പൊ നമ്മൾ ബേസിക് കാര്യങ്ങൾ പഠിക്കാതെ അവിടെ പോയി ആ കാര്യങ്ങൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥ വരും. പക്ഷെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. നമ്മുടെ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ മിക്ക പാഠപുസ്തകങ്ങളിലും ഈ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ PSC ചോദിച്ച പല കാര്യങ്ങളും ഉണ്ട്. അപ്പം ബേസിക്കലി നമ്മൾ പഠിക്കേണ്ടത് ആ കാര്യങ്ങളാണ് ആദ്യം. പുതുതായിട്ട് PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മസ്റ്റ് ആയിട്ടും ഈ പറഞ്ഞ പാഠപുസ്തകങ്ങളാണ് പഠിക്കേണ്ടത്. അതിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത് പറയുന്നത് 9ാം ക്ലാസ്സിലെ പാഠപുസ്തകം, ജോഗ്രഫിയുടെ ഭൂമിശാസ്ത്രത്തിന്റെ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം ജോഗ്രഫിയുടെ 9ാം ക്ലാസ്സിലെ 9th സ്റ്റാൻഡേർഡിലെ പാഠപുസ്തകത്തിൽ, ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുന്ന ഇതുവരെ നടന്ന പരീക്ഷകളിൽ വന്ന മിക്ക ചോദ്യങ്ങളും ഉൾപ്പെട്ട ഭാഗങ്ങൾ ഉണ്ട്. ഒരു 14 വയസ്സുകാരന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കി ഈ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, NCERT ടെക്സ്റ്റിലെ കണ്ടന്റുകളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം പുതുതായിട്ട് തുടങ്ങുന്നവരാണെങ്കിലും ഇനി പഠിച്ചു കുറെ ആയവരാണെങ്കിലും അവരെ രണ്ടു കൂട്ടരും എന്ത് ചെയ്യാൻ, ഞാൻ ഈ പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് പഠിക്കുക. കാരണം ബേസിക്കലി നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് പഠിച്ചിട്ട് വേണം ആ മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ. മാത്രമല്ല, ഇവിടെ ഞാൻ ഈ കാണിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഞാൻ വ്യക്തമാക്കി തരുന്നുണ്ട്, ഇതെല്ലാം ഈ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഇന്ത്യൻ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെയൊക്കെയുള്ള ക്ലാസിഫിക്കേഷൻസിലെ ഓരോ കണ്ടന്റും അല്ലെങ്കിൽ ഓരോ ഭൂപ്രകൃതിയെ കുറിച്ചും ഈ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പാഠഭാഗങ്ങളിൽ പറയുന്നുണ്ട്. മാറിയ പാഠപുസ്തകമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് വലിയ അവയർനെസ് ഉണ്ടാവുകയില്ല. അപ്പം ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അതിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചാൽ ഉറപ്പായിട്ടും ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ടഫ് എന്ന് തോന്നുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം അവിടെ കണ്ടെത്തി പഠിച്ച് എക്സാംസിന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മളെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആദ്യം മുതൽ പരിചയപ്പെടുത്തുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് വന്ന ഏത് ടെക്സ്റ്റ് ബുക്ക്, 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ഭാഗങ്ങളും നിങ്ങളെ പ്രത്യേകം കാണിച്ചു തന്നാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഉയർന്ന പർവ്വത ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുഗ്യാൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല. ഓപ്ഷൻ എ ഹിമാചൽ ഹിമാലയം, ഓപ്ഷൻ ബി കാശ്മീർ ഹിമാലയം, ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ഹിമാലയം, ഓപ്ഷൻ ഡി കിഴക്കൻ ഹിമാലയം. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് ശരി ഉത്തരം കണ്ടെത്തൂ എന്നതായിരുന്നു പ്രീവിയസ് ഇയറിൽ നടന്ന ഒരു എക്സാമിന്റെ ചോദ്യം. അപ്പൊ പലർക്കും ബുഗ്യാൽ എന്താണ് എന്നതിനെ കുറിച്ച് അറിയാത്തവരായിട്ടുണ്ട് എങ്കിൽ പഠിച്ചോളുക. ബുഗ്യാൽ എന്ന് പറയുന്നത് ഏത് ഹിമാലയ ഭാഗത്തിന്റെ പാർട്ടാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പാർട്ടാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പാർട്ടാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇനി എന്താണ് ഈ ബുഗ്യാൽ എന്ന കാര്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില പ്രധാനപ്പെട്ട വസ്തുതകളുണ്ട്. അതായത് ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ എന്ന് പറയുന്ന നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു മേഖല ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഹിമാലയ പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനമാക്കി ഹിമാലയ പർവ്വതത്തെ 3 പ്രാദേശിക വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അപ്പം ഹിമാലയ പർവ്വതത്തിന് കുറുകെ ചില നദികൾ ഒഴുകുന്നുണ്ട്.
ഈ നദികളെ അടിസ്ഥാനമാക്കിയിട്ട് ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളായി തരംതിരിക്കുന്നു. ആ 3 പ്രാദേശിക വിഭാഗങ്ങൾ മൂന്നായി തരംതിരിക്കുന്നു. ആ 3 പ്രാദേശിക വിഭാഗങ്ങൾ ഒന്നാമത്തതാണ് പടിഞ്ഞാറൻ ഹിമാലയം, രണ്ടാമത്തത് മധ്യ ഹിമാലയം, മൂന്നാമത്തത് കിഴക്കൻ ഹിമാലയം. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തിൽ തന്നെ പറയുന്ന 3 വിഭാഗങ്ങൾ, പടിഞ്ഞാറൻ ഹിമാലയത്തെ വീണ്ടും 3 വിഭാഗങ്ങളായി തരംതിരിക്കുന്നു. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. കാശ്മീർ ഹിമാലയം എന്ന് പറഞ്ഞാൽ കാശ്മീർ പ്രദേശത്തിന്റെ ഭാഗമായ ഹിമാലയത്തിന്റെ ഭാഗം. ഹിമാചൽ ഹിമാലയം എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിന്റെ ഭാഗമായ ഹിമാലയത്തിന്റെ ഭാഗം. ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായ ഹിമാലയത്തിന്റെ ഭാഗം. ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭാഗങ്ങളിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടു ഉത്തരാഖണ്ഡ് ഹിമാലയം. ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്ന പോയിന്റുകളിൽ നിന്നാണ് ചോദ്യം വന്നത്. എവിടെയാണ് നോക്കി, ഏതാണ്ട് ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. ഈ ബുഗ്യാൽ എവിടെയാ കാണപ്പെടുന്നത്? ഈ പറഞ്ഞ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ബുഗ്യാലിനെ കൂടാതെ അവിടെ കാണപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് ഡൂണുകൾ. അപ്പൊ അതാ ഇത്രയും പോയിന്റുകളോടൊപ്പം കിടന്ന ഈ ഒരു പോയിന്റിൽ നിന്നായിരുന്നു, ഈ 2 പോയിന്റിൽ നിന്നായിരുന്നു നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട മറ്റു ചില വസ്തുതകളാണ്. നമ്മൾ പറഞ്ഞു നദികൾ മുറിച്ചൊഴുകുന്നു. ഇവിടെ ഏത് നദിയാ മുറിച്ചൊഴുകുന്നത്? സത്ലജ്, സിന്ധുവിന്റെ പോഷക നദിയായ സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗാഡ്വാൽ ഹിമാലയം. പഠിച്ചോ. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഗാഡ്വാൽ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമയൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ കൊടുമുടികൾ, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടികളാണ് നന്ദാദേവി, കാമെറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ്. ഏതൊക്കെയാണ്? നന്ദാദേവി, കാമെറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ്. നെക്സ്റ്റ് നോക്കിയേ, ഗംഗോത്രി, യമുനോത്രി എന്നിവ പ്രധാനപ്പെട്ട ഹിമാനികളാണ്. പഠിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ ഈ ഹിമാനിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ചലിക്കുന്ന മഞ്ഞ് പാളികളെ അറിയപ്പെടുന്ന പേരാണ് ഹിമാനികൾ. ചലിക്കുന്ന മഞ്ഞ് പാളികളാണ് ഹിമാനികൾ. അതുപോലെ തന്നെ അവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഹിമാനികൾ, അതുപോലെ തന്നെ ഗംഗോത്രി, യമുനോത്രിയാണ്. നൈനിതാൽ, ഭീംതാൽ എന്നിവ ഇവിടുത്തെ ശുദ്ധജല തടാകങ്ങളാണ്. അപ്പൊ പുതിയ 2 ശുദ്ധജല തടാകങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? നൈനിതാൽ ആൻഡ് ഭീംതാൽ. PSCക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യ മേഖലയാണ് ശുദ്ധജല തടാകങ്ങൾ. അപ്പൊ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 2 ശുദ്ധജല തടാകങ്ങളാണ് ഏതൊക്കെ? നൈനിതാലും ഭീംതാലും. അടുത്തത് ഡൂൺ, ബുഗ്യാൽ എന്നിവ ഇവിടുത്തെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. എന്താണ് ഡൂണുകൾ എന്ന് പറഞ്ഞാൽ? ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. ഉദാഹരണം ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിലാണ് ഡെറാഡൂണ്. ഇന്ത്യൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഡെറാഡൂണിലാണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂണിലാണ്. ഓക്കെ ആണല്ലോ. ഉയർന്ന പർവ്വത ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽസ്. ഉദാഹരണം ഡയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പഠിക്കേണ്ടത്. അപ്പൊ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ പോലെ തന്നെ നമുക്ക് പഠിക്കണം ഹിമാചൽ ഹിമാലയവും കാശ്മീർ ഹിമാലയവും. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ വന്ന ഏരിയ മാത്രമാണ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഇനി ബുഗ്യാലും ആട്ടിടയന്മാരും എന്ന ഒരു ഹെഡിങ്ങിന് താഴെ ബുഗ്യാൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു മേഖല അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ കട്ടിംഗ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൃത്യമായിട്ട് ബുഗ്യാൽ എന്താണെന്ന് പറയുന്നു. ഈ ബുഗ്യാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഈ പാസേജ് കൃത്യമായിട്ട് വായിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ക്ലാരിറ്റി ബുഗ്യാലിനെ കുറിച്ച് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പം ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് പറയാനായിട്ട് ഞാൻ നിൽക്കുന്നില്ല. ഇത് കൃത്യമായ രീതിയിൽ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി വായിച്ച് മനസ്സിലാക്കിയ ക്ലാരിറ്റി കൂടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ഇതേ സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് തന്നെ രാജസ്ഥാനിലുള്ള പ്രധാനപ്പെട്ട ഉപ്പ് തടാകം ഏതാണ്? ഓപ്ഷൻ എ സാംഭാർ തടാകം, ഓപ്ഷൻ ബി ചിൽക്ക തടാകം, ഓപ്ഷൻ സി ദാൽ തടാകം, ഓപ്ഷൻ ഡി ലോക്തക്ക് തടാകം. ഓക്കെ, ഇതിന്റെ ആൻസറിലേക്ക് ഞാൻ പോവാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ സാംഭാർ തടാകമാണ്. അപ്പം രാജസ്ഥാനിലുള്ള പ്രധാനപ്പെട്ട ഉപ്പ് തടാകം അഥവാ ലവണ തടാകം ഏത് എന്ന് ചോദിച്ചാൽ അത് സാംഭാർ തടാകമാണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഈ രാജസ്ഥാനിലെ ഉപ്പ് തടാകങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കണം. രാജസ്ഥാനിൽ നിരവധി ഉപ്പ് തടാകങ്ങൾ ഉണ്ട്.
രാജസ്ഥാനില് നിരവധി ഉപ്പ് തടാകങ്ങളുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ മരുഭൂമി കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജലം പെട്ടെന്ന് നീരാവിയാവും. അവശേഷിക്കുന്ന കുറച്ച് ജലത്തിൽ മാത്രമായിട്ട് ഈ ലവണങ്ങൾ അടിഞ്ഞുകൂടി കാണപ്പെടുന്നത് കൊണ്ടാണ് ഈ രാജസ്ഥാനിലുള്ള മിക്ക തടാകങ്ങളും ലവണ തടാകങ്ങൾ അഥവാ ഉപ്പ് തടാകങ്ങളാണെന്ന് പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞ സാമ്പാർ, ദിദ്വാന, സാർഗോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ്. മനസ്സിലായോ? അപ്പം സാമ്പാർ കൂടാതെ ദിദ്വാന, സാർഗോൾ എന്നീ ലവണ തടാകങ്ങളും ഉപ്പ് തടാകങ്ങളും രാജസ്ഥാനിലുണ്ട്. കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി നദിയുടെ പേരാണ് ലൂണി, ഈ സമതലത്തിലെ പ്രധാന നദിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിക്കണം. ഇതും നമ്മുടെ 9ാം ക്ലാസ്സിലെ 9th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഭൂമിശാസ്ത്രപരമായി ഥാർ മരുഭൂമിയെ 2 പ്രധാന വിഭാഗങ്ങളായി തിരിക്കാം. അവ ഏതാണ്? ഓപ്ഷൻ എ മരുസ്ഥലി രാജസ്ഥാൻ ബാഗർ, ഓപ്ഷൻ ബി മരുസ്ഥലി ഹിമാദ്രി, ഓപ്ഷൻ സി മരുസ്ഥലി ബാരൻ ദ്വീപ്, ഓപ്ഷൻ ഡി രാജസ്ഥാൻ ബാഗർ ബാരൻ ദ്വീപ്. ആ 2 മേഖലകളാണ് ഇവിടെ കോമയായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. ആൻസറിലേക്ക് ഞാൻ പോവുകയാണ്. നോക്കിയേ, ഓപ്ഷൻ എയിൽ പറയുന്ന മരുസ്ഥലി രാജസ്ഥാൻ ബാഗർ എന്നിങ്ങനെയുള്ള 2 വിഭാഗങ്ങളാണ് ഭൂമിശാസ്ത്രപരമായി ഥാർ മരുഭൂമിയെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം, ഈ ഒരു ഏരിയ വന്നിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ രാജസ്ഥാൻ സമതലം എന്ന് പറയുന്ന ഹെഡിങ്ങിന് താഴെയുള്ള ആ ഒരു പാസേജിൽ നിന്നാണ്. ഓക്കെ ആണല്ലോ? അതായത് ഇവിടെ ഈ ഒരു പോയിന്റ് മാത്രം പറയുന്നത് ഞാൻ പറയാം. അതായത് യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖല അഥവാ രാജസ്ഥാൻ ബാഗർ. ഇവിടെ ഈ 2 പോയിന്റ് ആണ് നമ്മുടെ എക്സാമിന് ചോദിച്ചത്. മരുസ്ഥലി, രാജസ്ഥാൻ ബാഗർ. അപ്പൊ ഈ ഒരു പാസേജിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഈ ഒരു പാസേജിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഭൗമ താപോർജ നിലയമായ മണികരൺ ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ ഡി മുംബൈ. ഇതും സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് തന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ നിങ്ങൾക്ക് അറിയാം. ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ് ആണ് ശരിയായ ഉത്തരം. അതായത് ഭൗമ താപോർജമായ മണികരൺ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശിലാണ്. അപ്പം ഹിമാലയത്തെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഇതിന്ന് മനസ്സിലാക്കണം. ഇനി നമ്മൾ എവിടെ പോയി പഠിക്കണം? ഹിമാലയത്തെ കുറിച്ച് പഠിക്കണം. പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാലയം. ചിനാബ്, രവി, ബിയാസ് സിന്ധുവിന്റെ പോഷക നദികളാണ്. എന്നിവയാണ് ഇവിടുത്തെ പ്രധാന നദികൾ. ധൗളാധാർ, പീർപാഞ്ചൽ എന്നിവ ഈ പ്രദേശത്തെ പ്രധാന പർവ്വത നിരകളാണ്. ചാന്ദ്രതാൽ, സൂരജ് താൽ എന്നിവ ഈ പർവ്വത ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ശുദ്ധജല തടാകങ്ങളാണ്. അപ്പൊ ഹിമാലയത്തിന്റെ ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങൾ. അപ്പൊ സാമ്പാറും ദിദ്വാനയും ലവണ തടാകങ്ങൾ, ഉപ്പ് തടാകങ്ങൾ. ഇവിടെ കണ്ടത് എന്താണ്? ശുദ്ധജല തടാകങ്ങളാണ് ചാന്ദ്രതാൽ ആൻഡ് സൂരജ് താൽ. അതുപോലെ തന്നെ ധൗളാധാറും പീർപാഞ്ചൽ ഈ പ്രദേശത്തെ പ്രധാന പർവ്വതനിരകളാണ്. ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ്. നോക്കിക്കോ, ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ 2 എണ്ണമാണ്. ബാരാലാച്ല ചുരം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. അടുത്ത 2ാമത്തെ റോഹ്താങ് ചുരം കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്നു. നെക്സ്റ്റ് കുളു, കാംഗ്ര, ലാഹുൽ എന്നിവ താഴ്വരകളും ഷിംല, മണാലി എന്നിവ ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമാണ്. ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും എന്ത് കാണപ്പെടുന്നു? ചുടുനീരുറവകൾ കാണപ്പെടുന്നു. ഈ ഭാഗത്ത് നിന്നാണ് ആ ചോദ്യം വന്നത്. ആ ചുടുനീരുറവ ഏതാണ്, മണികരൺ ആണ് എന്നുള്ള കാര്യം പറയുന്ന ആ ഒരു പാസേജ് ആണ് ഇവിടെ കാണുന്നത്. മണികരനെ കൂടാതെ നൂബ്ര താഴ്വര, മണികരൺ, ഖിർഗംഗ ചുടുനീരുറവകളിൽ നിന്നുള്ള ഭൗമ താപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഹിമാചൽ പ്രദേശിലെ മണികരൺ ചുടുനീരുറയിൽ നിന്ന് ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം ദാ കണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. കാശ്മീർ താഴ്വരയിലെ കരേവാസ് അവസാദ നിക്ഷേപങ്ങൾക്ക് കാരണമാകുന്നത്. കാശ്മീർ താഴ്വരയില് കരേവ എന്ന് പറയുന്ന ഒരു മണൽ പോലെയുള്ള വസ്തുവിന്റെ നിക്ഷേപണത്തിന് കാരണമാകുന്നത്
ഇതിൽ ഏത് ഭൂരൂപീകരണ സഹായിയാണ്? ജിയോമോർഫിക് ഏജന്റ് ആണ്. നോക്കിയേ, ഓപ്ഷൻ എ തിരമാല, ഓപ്ഷൻ ബി കാറ്റുകൾ, ഓപ്ഷൻ സി ഹിമാനികൾ, ഓപ്ഷൻ ഡി നദികൾ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കരേവ എന്ന് പറയുന്ന ഒരു അവസാദ നിക്ഷേപം, സെഡിമെന്റ് ഡിപ്പോസിഷൻ നടത്തുന്നതിന് ആരാണ് കാരണമാകുന്നത്? ഇതിന്റെ ആൻസറിലേക്ക് നമ്മൾ പോവുകയാണ്. ഓപ്ഷൻ സി ഹിമാനികളാണ് ശരിയായ ആൻസർ. അപ്പൊ ഹിമാനികൾ എന്താണ്? ചലിക്കുന്ന മഞ്ഞ് പാളികളെ അറിയപ്പെടുന്ന പേരാണ് ഹിമാനികൾ. അതായത് മൂവിംഗ് ഐസ് റോക്സ് ആർ കാൾഡ് ഗ്ലേസിയേഴ്സ് ഓർ ഹിമാനികൾ. ഹിമാനികളുമായി ബന്ധപ്പെട്ട് വന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരം വരുന്ന പോർഷൻ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താഴ്വരകളിൽ എക്കൽ മണ്ണിന്റെ നിക്ഷേപണമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിലാവുമ്പം നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണായിരിക്കും. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. ആൻസർ കണ്ടോ? നെക്സ്റ്റ്, നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് ഇത്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത്. ഇവ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ്. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ആൻസർ വന്ന മേഖല അല്ലെങ്കിൽ ആ ഒരു പോർഷൻ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഉത്തരേന്ത്യൻ സമതലത്തിൽ അറിയപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപണങ്ങൾ അറിയപ്പെടുന്ന പേര്. അതായത് പഴയ എക്കൽ നിക്ഷേപണങ്ങൾ അറിയപ്പെടുന്ന, ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഭാഗർ, ഓപ്ഷൻ ബി ഭാബർ, ഓപ്ഷൻ സി ഖാദർ, ഓപ്ഷൻ ഡി ദോബ്. ഓപ്ഷൻ എ ഭംഗർ, ഓപ്ഷൻ ബി ഭാബർ, ഓപ്ഷൻ സി ഖാദർ, ഓപ്ഷൻ ഡി ദോബ്. ഇതിന്റെ ആൻസർ ഭംഗർ, ഓപ്ഷൻ എ ആണ്. എന്താണ് ഇതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ? ഇതും ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ ഉൾപ്പെടെ തന്നിട്ട് നമ്മളോട് ആൻസർ ആയിട്ട് പറയുന്നുണ്ട്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വശക്കാഴ്ച, ഇതില് ഹിമാലയ പർവ്വതത്തിന്റെ തെക്കുഭാഗത്തായിട്ട് ഉരുളൻ കല്ലുകൾ നിറഞ്ഞ മേഖലയാണ് ഭാബർ. അത് കഴിഞ്ഞിട്ട് ടെറായി, അത് കഴിഞ്ഞിട്ട് എക്കൽസ്, നിക്ഷേപണ ഭൂരൂപങ്ങളായിട്ടുള്ള ഖാദറും ഭംഗറും. അപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? അറിയപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപണങ്ങളാണ്. പഴയ എക്കൽ നിക്ഷേപണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്ത് ഇവിടെ വന്ന് വീണതിന് ശേഷം ഇവിടെ രൂപപ്പെടുന്ന എക്കലും ഇങ്ങോട്ട് മാറി രൂപപ്പെടുന്നത്, ഇവിടെ രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പുതിയ എക്കലാണ്, അത് ഖാദർ. ഇനി ഈ വശങ്ങളിൽ രൂപപ്പെടുന്നത്, കുറച്ചുകൂടെ അകത്ത് രൂപപ്പെടുന്നത് ഭംഗറും ആണ്. ഓക്കെ ആണല്ലോ? നദീ താഴ്വരയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്കൽ സമതലം എന്ന ഹെഡിങ്ങിന് താഴെ പറയുന്നു, ടെറായി മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപണങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ. പഴയ എക്കൽ സമതലങ്ങളെ ഭംഗർ എന്നും, ഇതായിരുന്നു നമ്മുടെ ചോദ്യം. പുതിയ എക്കൽ സമതലങ്ങളെ ഖാദർ എന്നും അറിയപ്പെടുന്നു. ഈ മേഖലയിലെ നിക്ഷേപണ ഭൂരൂപങ്ങളാണ് നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ എന്നിവ. പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയും ഇവിടുത്തെ സവിശേഷതകൾ ആണ്. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? ഇവിടുത്തെ പ്രധാനപ്പെട്ട നദീജന്യ ദ്വീപുകൾ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ ഭംഗർ എന്താണ്, ഖാദർ എന്താണ്? എക്കൽ സമതലവുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇതും സ്കൂൾ ടെക്സ്റ്റിൽ ഉള്ളതാണ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, കൃഷ്ണാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീര സമതല ഭാഗം ഏതാണ്? ഓപ്ഷൻ എ കോറമാൻഡൽ തീരം, ഓപ്ഷൻ ബി കിഴക്കൻ തീരസമതലം, ഓപ്ഷൻ സി വടക്കൻ സിർക്കാസ്, ഓപ്ഷൻ ഡി ഡെക്കാൻ പീഠഭൂമി. ഇതും 9ാം ക്ലാസ്സിലെ തന്നെ സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ഇന്ത്യൻ തീര സമതലങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ കോറമാൻഡൽ തീരമാണ്. ഇതിന്റെ ആൻസർ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ ആണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു ഫിഗർ, കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതല ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? നിങ്ങൾ നോക്കിയേ, കൃഷ്ണ നദി എന്ന് പറയുന്നത് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു നദിയാണ്. അപ്പൊ ഇന്ത്യയിലെ നദികൾ അതിന്റെ കൃത്യമായ സ്ഥാനം പഠിക്കണം. ഇതാണ് കന്യാകുമാരി. ഇതിനിടയിൽ വരുന്ന തീരസമതലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കോറമാൻഡൽ തീരമാണ്. കോറമാൻഡൽ തീരമാണ്. അപ്പൊ കോറമാൻഡൽ തീരവും അതുപോലെ തന്നെ വടക്കൻ സിർക്കാസ് തീരവും ഇന്ത്യയുടെ ഏത് ഡയറക്ഷനിലാണ് കിടക്കുന്നത് എന്ന് നോക്കണം. ഏത് ഡയറക്ഷനിലാണ്? കിഴക്ക് ഭാഗത്താണ്. അപ്പൊ ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം
എത്രായി തരം തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം ഒന്നുമില്ലാതെ പറയണം, 2ആയി തരം തിരിക്കുന്നു. 1 കോറമാൻഡൽ തീരം, 2 വടക്കൻ സിർക്കാസ്. അപ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലം എത്രായി തരം തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3ആയി തരം തിരിക്കുന്നു. ഏതൊക്കെയാണ്? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. കൃത്യമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അറബിക്കടലിന്റെ സ്ഥാനം ഇന്ത്യയുടെ എവിടെയാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. ബംഗാൾ ഉൾക്കടലിന്റെ സ്ഥാനം ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്താണ്. തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാവണം. ഇനി അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഒരു മൗണ്ടെയിൻ അല്ലെങ്കിൽ ഒരു പർവ്വതനിരയാണ്, ചെറിയൊരു പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ഇവിടെ വരുന്നത് പൂർവ്വഘട്ടം. ഈ 2 കാര്യങ്ങളും ഓർക്കണം. അപ്പൊ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ വരുന്നതാണ് ഏത് തീരസമതലം? പടിഞ്ഞാറൻ തീരസമതലം എന്ന കാര്യം ഓർക്കണം. അതുപോലെ തന്നെ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ വരുന്നതാണ് കിഴക്കൻ തീരസമതലം എന്ന് ഓർക്കണം. കിഴക്കൻ തീരസമതലത്തെ 2ആയി തരംതിരിക്കുന്നു. തെക്ക് ഭാഗത്ത് കോറമാൻഡൽ തീരം, വടക്ക് ഭാഗത്ത് വടക്കൻ സിർക്കാസും. ഇനി പശ്ചിമ തീരസമതലത്തെ, പടിഞ്ഞാറൻ തീരസമതലത്തെ 3ആയി തരംതിരിക്കുന്നു. മലബാർ തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം. തെക്കേയറ്റം മലബാർ തീരമാണ്, അതിനു മുകളിൽ കൊങ്കൺ തീരം, അതിനു മുകളിൽ ഗുജറാത്ത് തീരം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിലും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏത്? ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ ഇതിന്റെ ആൻസർ പറഞ്ഞു. ഓപ്ഷൻ എ കിഴക്കൻ തീരസമതലം, ഓപ്ഷൻ ബി ബംഗാൾ തീരസമതലം, ഓപ്ഷൻ സി പടിഞ്ഞാറൻ തീരസമതലം, ഓപ്ഷൻ ഡി കോറമാൻഡൽ തീരസമതലം. ഓക്കെ ആണല്ലോ? ഇതിന്റെ ആൻസർ എന്താണ്? പടിഞ്ഞാറൻ തീരസമതലം. നമ്മൾ പറഞ്ഞതാണ് ഇവിടെ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് മുഴുവൻ പടിഞ്ഞാറൻ തീരസമുദ്രമാണ്. ആർക്കൊക്കെ ഇടയിലാണ്? അതായത് പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നേക്കുന്ന നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആണ് 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ 1ാമത്തെ ചാപ്റ്റർ ലോകത്തിന്റെ നെറുകയിൽ. 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ വിശാലമായ സമതല ഭൂമിയിൽ. അടുത്തത് 3ാമത്തെ ചാപ്റ്റർ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. ഇനി അടുത്തത് 7ാമത്തെ ചാപ്റ്റർ മണലാരണ്യത്തിലൂടെ. ഇനി അടുത്തത് 8ാമത്തെ ചാപ്റ്റർ തീരങ്ങളിലൂടെ. ഒരു PSC പഠനം ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥി ആദ്യം പഠിക്കേണ്ട ചാപ്റ്ററുകൾ ഇതൊക്കെയാണ്. ഇനി പഠിച്ച് മുന്നോട്ട് പോയവരാണെങ്കിൽ അവർ റിവിഷൻ ചെയ്യുമ്പം ഈ ചാപ്റ്ററുകളിലൂടെ ഒന്ന് കടന്നു പോകണം. ഇവിടെ നമുക്കറിയാം ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് 5ആയി തരംതിരിക്കുന്ന ഭൂവിഭാഗങ്ങളാണുള്ളത്. ഉത്തരപർവ്വത മേഖല, അതിനെക്കുറിച്ച് ഈ 1ാമത്തെ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇനി 2ാമത്തെ ഭൂപ്രകൃതി വിഭാഗമായിട്ടുള്ള ഉത്തര മഹാസമതലം, അതിനെക്കുറിച്ച് വിശാലമായ സമതല ഭൂവിൽ എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. ഇനി ഉപദ്വീപീയ പീഠഭൂമി, അതിനെക്കുറിച്ച് നിങ്ങളെ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. ഇനി അടുത്തത് ഇന്ത്യൻ മരുഭൂമി, മണലാരണ്യത്തിലൂടെ എന്ന ചാപ്റ്റർ വിശദമായിട്ട് പറഞ്ഞു തരും. ഇനി തീരങ്ങളിലൂടെ എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടും തീരസമതലങ്ങളും ദ്വീപുകളും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏകദേശം ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്ട്, ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന സബ്ജക്ട് ടഫ് ആണെന്ന് പിന്നെ പറയേണ്ടി വരില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഈ ഒരു സബ്ജക്റ്റിനെ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുകയുള്ളൂ. നമുക്കറിയാം LDC അതുപോലെ തന്നെ VFA എക്സാംസ് നമുക്ക് ഉടൻ തന്നെ എന്ത് ചെയ്യാറുണ്ട്? വരാൻ സാധ്യതയുണ്ട്. അത് എക്സാംസ് എഴുതാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഈ ഒരു കോഴ്സ്, അതായത് ഈ ഒരു LDC അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിന് വേണ്ടി നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അതിനുവേണ്ടി നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ LDCയുടെ ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി നമ്മുടെ കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. കൃത്യമായി എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് വെച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പൊ ഈ ഒരു ബാച്ച്, ലോങ് ടൈം ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്കറിയാം VFA എക്സാം, VFAയുടെ എക്സാം ഉടൻ തന്നെ ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എങ്കിൽ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും നമ്മളെ കോൺടാക്ട് ചെയ്യാം, ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പൊ VFA, LDC എന്നീ ബാച്ചുകളിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കൃത്യമായ രീതിയിൽ പഠിക്കാം. ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരുന്നു, അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്ന് കൃത്യമായി വിലയിരുത്തി ആ ക്വസ്റ്റ്യൻസിന്റെ സോഴ്സ് കണ്ടെത്തി കൃത്യമായി തുടർന്നുള്ള ആ ഒരു പഠനം പ്ലാൻ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് CCയിലെ ഓരോ മെന്റേഴ്സിന്റെയും ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് വിശ്വസിച്ച് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാം, കൃത്യമായി മുന്നോട്ട് പോകാം, നല്ലൊരു റിസൾട്ട് എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാം. അതിനോടൊപ്പം തന്നെ പറയുന്നു, നമുക്കറിയാം ഫ്രീഡം ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും up to 30%
ഓഫറിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതായത് CC-യുടെ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും നിലവിൽ ഇപ്പോൾ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ടോട് കൂടി അത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആണ് നിങ്ങളെങ്കിൽ ഈ ഓഫർ കഴിയുന്നതിന് മുമ്പ് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തൊക്കെയാണോ അറിയേണ്ടത് അതെല്ലാം പറഞ്ഞു തരും. അപ്പൊ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി, കൃത്യമായ മെന്റർഷിപ്പോട് കൂടി, കൃത്യമായി എക്സാം എഴുതി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാണ് ആഗ്രഹം, കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോട് കൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹമെങ്കിൽ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. VFA ആണെങ്കിലും LDC ആണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി വരാനിരിക്കുന്ന എക്സാംസിന് ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ നിങ്ങൾക്ക് പേടിയോടെ സമീപിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന എല്ലാ വഴികളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ കൃത്യമായി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.